നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് ജനുവരി 22, 2026 വ്യാഴം. വാർത്തകളിലേക്ക്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നിയമസഭയിൽ ഇന്ന് സർക്കാർ പ്രതിപക്ഷ പോരിന് സാധ്യത. സ്വർണ്ണക്കൊള്ള അടിയന്തര പ്രമേയ നോട്ടീസായി കൊണ്ടുവരാൻ ആണ് പ്രതിപക്ഷ നീക്കം. അറസ്റ്റിൽ ആയവരുടെ CPM ബന്ധവും കടകംപള്ളി സുരേന്ദ്രനെതിരായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയും ആയുധമാക്കാനാണ് പ്രതിപക്ഷ ശ്രമം. പോറ്റി സോണിയാഗാന്ധി കൂടിക്കാഴ്ച ഫോട്ടോയും വാജിവാഹന കൈമാറ്റവും ഭരണപക്ഷം ഉന്നയിക്കും. ഇന്ന് ചോദ്യോത്തരവേള ഇല്ലാത്തതിനാൽ സഭ തുടങ്ങുന്ന 9 മണി മുതൽ പ്രക്ഷുബ്ധമായേക്കും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മേലുള്ള നന്ദി പ്രമേയ ചർച്ചയും ഇന്ന് തുടങ്ങും. ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് A. പത്മകുമാർ, മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബു, ജ്വല്ലറി ഉടമ ഗോവർദ്ധൻ എന്നിവരുടെ ജാമ്യാപേക്ഷകൾ ഹൈക്കോടതി തള്ളി. പ്രതികൾക്ക് ജാമ്യം നൽകിയാൽ അന്വേഷണത്തെ ബാധിക്കുമെന്ന പ്രോസിക്യൂഷൻ വാദം കണക്കിലെടുത്താണ് ജാമ്യാപേക്ഷകൾ തള്ളിയത്. സ്വർണ്ണക്കവർച്ചയിൽ പങ്കില്ലെന്നും ഭരണപരമായ തീരുമാനം എടുക്കുകയും നടപ്പാക്കുകയും മാത്രമാണ് ചെയ്തതെന്നായിരുന്നു പത്മകുമാറിൻ്റെയും മുരാരി ബാബുവിൻ്റെയും വാദം. ശബരിമലയിലേക്ക് 1,40,00,000 രൂപ സ്പോൺസർ ചെയ്ത ആളാണ് താനെന്നും സ്വർണം കവർന്നെടുക്കേണ്ട കാര്യമില്ലെന്നായിരുന്നു ഗോവർദ്ധൻ്റെ വാദം. ജസ്റ്റിസ് A. ബദറുദ്ദീനാണ് ജാമ്യാപേക്ഷ തള്ളിയത്. പ്രതികൾക്കെതിരെ ഗൗരവകരമായ തെളിവുകളുണ്ടെന്നും അന്വേഷണം നിർണായക ഘട്ടത്തിലാണെന്നാണ് സർക്കാരിൻ്റെ വാദം. നേരത്തെ ജനുവരി 8 കേസ് പരിഗണിച്ച ഹൈക്കോടതി വിശദമായ വാദം കേട്ടിരുന്നു. സ്വർണ്ണക്കൊള്ളയിൽ A. പത്മകുമാർ നവംബർ 20 SIT അറസ്റ്റ് ചെയ്തത്. കട്ടളപ്പാളിയിലെ സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി കൈമാറിൽ പത്മകുമാർ അടങ്ങുന്ന ബോർഡിന് വീഴ്ചയുണ്ടായിരുന്നു കണ്ടെത്തലിന് പിന്നാലെയായിരുന്നു അറസ്റ്റ്. പത്മകുമാറിനെതിരെ നിരവധി തെളിവുകൾ ഉണ്ടെന്നാണ് SIT ഹൈക്കോടതിയെ അറിയിച്ചത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ വിശദീകരണമായി മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ 2017 പോറ്റിയുടെ വീട്ടിൽ പോയതെന്നും അതൊരു കുട്ടിയുടെ ചടങ്ങുകളിൽ പങ്കെടുക്കാനായിരുന്നുവെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. ദേവസ്വം മന്ത്രി എന്ന നിലയിലും വ്യക്തിപരമായ തനിക്കുള്ള പോറ്റിയുമായുള്ള ബന്ധം അന്വേഷണ ഏജൻസിയോട് പറഞ്ഞിട്ടുണ്ടെന്നും ശബരിമല സ്വാമിയുടെ ഭക്തൻ എന്ന നിലയിലാണ് പോറ്റിയെ പരിചയപ്പെട്ടതെന്നും അദ്ദേഹം പറഞ്ഞു. 2017 ഒരു കുട്ടിയുടെ ചടങ്ങിൽ പങ്കെടുക്കാനാണ് പോറ്റിയുടെ വീട്ടിൽ പോയത്. ശബരിമല സ്വാമിയുടെ ഭക്തൻ എന്ന നിലയിലാണ് പോറ്റിയെ പരിചയപ്പെട്ടത്. നിർബന്ധത്തിന് വഴങ്ങി പോലീസ് അകമ്പടിയോടെയാണ് വീട്ടിൽ പോയത്. പോറ്റിയിൽ നിന്നും ഒരു ഉപഹാരവും വാങ്ങിയിട്ടില്ല. പോറ്റി എന്തെങ്കിലും മൊഴി നൽകിയതായി SIT അറിയിച്ചിട്ടില്ലെന്നും കടകംപള്ളി പറഞ്ഞു. ഞാൻ എല്ലാ കാര്യവും അന്വേഷണ സംഘത്തോട് പറഞ്ഞതാണ്. ഞാൻ ഉദാരമതികളായ വ്യക്തികളിൽ നിന്ന് പാവങ്ങൾക്ക് സഹായം നൽകണമെന്നും അഭ്യർത്ഥിക്കും. ഭാഗ്യത്തിന് പോറ്റി ഒരു സംഭാവനയും നൽകിയിട്ടില്ലെന്നും കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞു. അതേസമയം പോറ്റിയുമായുള്ള ബാംഗ്ലൂർ കൂടിക്കാഴ്ചയിലും പോറ്റിക്കൊപ്പുള്ള ഫോട്ടോയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ അദ്ദേഹം മറുപടി നൽകിയില്ല. കടകംപള്ളി സുരേന്ദ്രനുമായി പരിചയമുണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി SIT നൽകിയ മൊഴി. 2017 മുതൽ കടകംപള്ളിയുമായി പരിചയമുണ്ടെന്നും അദ്ദേഹം വീട്ടിൽ വന്നിട്ടുണ്ടെന്നാണ് മൊഴി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ N. വാസുവിന് ജാമ്യാപേക്ഷ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ജാമ്യം നിഷേധിച്ച ഹൈക്കോടതി ഉത്തരവിനെതിരെയാണ് വാസുവിൻ്റെ അപ്പീൽ. അന്വേഷണത്തിലെ പ്രധാന നടപടികളും തെളിവ് ശേഖരണവും ഉൾപ്പെടെ പൂർത്തിയാക്കിയാൽ ഇനി തൻ്റെ കസ്റ്റഡി അനിവാര്യമില്ലെന്നാണ് വാസുവിൻ്റെ വാദം. പ്രായവും ആരോഗ്യസ്ഥിതിയും പരിഗണിച്ച് ജാമ്യം നൽകണമെന്നും അപ്പീൽ ആവശ്യപ്പെടുന്നു. ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ചാണ് അപ്പീൽ പരിഗണിക്കുക. ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളക്കേസിൽ കൂടുതൽ പ്രതികളുടെ സ്വത്ത് കണ്ടുകെട്ടാൻ ED നടപടി തുടങ്ങി. N. വാസു, മുരാരി ബാബു എന്നിവരുടെ സ്വത്തുക്കളും കണ്ടുകെട്ടാനുള്ള നടപടി തുടങ്ങി. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും CPM ജില്ലാ കമ്മിറ്റി അംഗവുമായി A. പത്മകുമാറിന്റെ സ്വത്തുക്കളും ED കണ്ടുകെട്ടും. കവർച്ച ചെയ്യപ്പെട്ട സ്വർണത്തിന്റെ മൂല്യത്തിന് തത്തുല്യമായ തുകയ്ക്ക് ആനുപാതികമായവും സ്വത്തുകൾ കണ്ടുകെട്ടുക. കേസിലെ വിവിധ പ്രതികളുടെ 1.3 കോടി രൂപ മൂല്യം വരുന്ന 8 സ്ഥാവര സ്വത്തുക്കൾ ED മരവിപ്പിച്ചു കഴിഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സംസ്ഥാന വ്യാപകമായി ED നടത്തിയ റെയ്ഡിന് പിന്നാലെയാണ് EDയുടെ സുപ്രധാന നടപടി. ചെന്നൈ സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് 100 ഗ്രാം സ്വർണവും കണ്ടെത്തിയതായി ED ഇന്നലെ വ്യക്തമാക്കി. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ പരിശോധനയിൽ 2019 മുതൽ 2024 വരെയുള്ള സ്വർണ്ണ കൊള്ളയുടെ വിവിധ രേഖകളും മിനിറ്റ്സും പിടിച്ചെടുത്തതിൽ ഉൾപ്പെടുന്നു. സ്വർണം ചെമ്പാക്കി മാറ്റിയ സുപ്രധാന ഫയലുകളും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ദേവസ്വം ജീവനക്കാരുടെ അനധികൃത സാമ്പത്തിക ഇടപാടിൽ സുപ്രധാന രേഖകൾ ലഭിച്ചെന്നും ഇവയെല്ലാം സൂക്ഷ്മ പരിശോധനയിലാണെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു. 21 കേന്ദ്രങ്ങളാണ് ഓപ്പറേഷൻ ഗോൾഡൻ ഷാഡോ എന്ന പേരിൽ ED വ്യാപക റെയ്ഡ് നടത്തിയത്. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലും പരിശോധന ഉണ്ടായിരുന്നു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി കനത്ത പ്രഹരം. SIT രജിസ്റ്റർ ചെയ്ത കേസിലെ 1-ാം പ്രതിയായ പോറ്റിയുടെ 1.3 കോടി വില വരുന്ന ആസ്തികളാണ് ഉദ്യോഗസ്ഥരിൽ ED മരവിപ്പിച്ചത്. ഇന്നലെ സംസ്ഥാന ഭാഗമായി നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയായിരുന്നു നടപടി. 1.3 കോടി രൂപ മൂല്യം വരുന്ന 8 സ്ഥാവര സ്വത്തുക്കൾ മരവിച്ചെന്ന് ED അറിയിച്ചുള്ളത്. ചെന്നൈ സ്മാർട്ട് ക്രിയേഷനിൽ നിന്ന് 100 ഗ്രാം സ്വർണവും കണ്ടെത്തിയതായും ED വ്യക്തമാക്കി. ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെ പരിശോധനയിൽ 2019 മുതൽ 2024 വരെയുള്ള സ്വർണ്ണക്കൊള്ളയുടെ വിവിധ രേഖകളും മിനിറ്റ്സും പിടിച്ചെടുത്തതിൽ ഉൾപ്പെടുന്നു. സ്വർണം ചമ്പാക്കി മാറ്റിയ സുപ്രധാന ഫയലുകളും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ദേവസ്വം ജീവനക്കാരുടെ അനധികൃത സാമ്പത്തിക ഇടപാടിൽ സുപ്രധാന രേഖകൾ ലഭിച്ചെന്നും ഇവയെല്ലാം സൂക്ഷ്മ പരിശോധനയിലാണെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറിയിച്ചു.
മലപ്പുറവുമായി ബന്ധപ്പെട്ട് നടത്തിയ വിവാദ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പ്രസ്താവന പിൻവലിച്ചുകൊണ്ടാണ് സജി ചെറിയാൻ നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചത്. പാർട്ടികളിൽ നിന്നും പുറത്തു നിന്നും സമ്മർദ്ദം ഏറിയ സാഹചര്യത്തിലാണ് മന്ത്രിയുടെ ഖേദ പ്രകടനം. തന്റെ പ്രസ്താവന വളച്ചൊടിച്ചാണെങ്കിലും ആ പ്രചരണം തന്റെ സഹോദരങ്ങൾക്ക് പ്രയാസവും വേദനയും ഉണ്ടാക്കിയതായി മനസ്സിലാക്കുന്നുവെന്നും മന്ത്രിയുടെ ഖേദ പ്രകടനത്തിൽ പ്രസ്താവനയിൽ പറയുന്നു. തന്റെ പ്രസ്താവന ആർക്കെങ്കിലും വേദനയോ പ്രയാസമോ ഉണ്ടാക്കിയിട്ടുള്ള നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നുവെന്നും പ്രസ്താവന പിൻവലിക്കുന്നുവെന്നും കുറിപ്പിൽ പറയുന്നു. മലപ്പുറത്തെയും കാസർഗോഡിലെയും ജയിക്കുന്നവരെ ഉദ്ധരിച്ചുള്ള സജി ചെറിയാൻ വാക്കുകളാണ് വലിയ വിവാദത്തിന് ഇടയാക്കിയത്. നിങ്ങൾ കാസർഗോഡ് നഗരസഭയിലെ ഭൂരിപക്ഷം പരിശോധിച്ചാൽ മതി. ആർക്കൊക്കെ എവിടെയൊക്കെ ഭൂരിപക്ഷം ഉണ്ടോ ആ സമുദായത്തിൽപ്പെട്ടവരാണ് അവിടെ ജയിക്കുന്നത്. ഒരു സമുദായത്തിന് ഭൂരിപക്ഷം ഇല്ലാത്തടത്ത് ആ സമുദായത്തിൽ അല്ലാത്തവർ ജയിക്കുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കേരളം പോകണോ? സജി ചെറിയാൻ്റെ ഈ പ്രസ്താവനയാണ് വിവാദത്തിന് വഴി തെളിച്ചത്. പ്രസ്താവന വിവാദമായതിന് പിന്നാലെ വാക്കുകൾ വളച്ചെടുക്കപ്പെട്ടിരിക്കുന്നതിനെ ന്യായീകരിച്ച് മന്ത്രി രംഗത്തെത്തിയിരുന്നു. മന്ത്രി പിന്തുണച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയും കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു. സജി ചെറിയാൻ്റെ പ്രസ്താവന മാധ്യമങ്ങൾ വളച്ചൊടുക്കുകയായിരുന്നുവെന്ന് വി ശിവൻകുട്ടി പറഞ്ഞത് വർഗീയത പറയുന്ന ഒരാളുടെ നിലപാടിനോടും യോജിപ്പില്ലായിരുന്നുവെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതികരിച്ചത്. അതേസമയം സജി ചെറിയാൻ സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തിയതെന്ന് KPC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. മന്ത്രി ഖേദപ്രകടനം നടത്തിയതുകൊണ്ട് കാര്യമില്ലെന്നും രാജിവെക്കണമെന്നും സണ്ണി ജോസഫ് അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP വിജയം പിടിച്ചുള്ള ഭാഗങ്ങൾ വിജയാഘോഷത്തിൽ പങ്കെടുക്കാനാണ് മോദി തലസ്ഥാന നഗരിയിൽ എത്തുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം നേടിയാൽ 40 ദിവസത്തിനകം പ്രധാനമന്ത്രി തലസ്ഥാനത്തെത്തുമായിരുന്നു BJPയുടെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം. ഭരണം പിടിച്ചതിന് പിന്നാലെ വാക്ക് പാലിച്ചെത്തുന്ന മോദി വമ്പൻ പ്രഖ്യാപനങ്ങൾ തലസ്ഥാനത്ത് ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷ. കേരളത്തിൽ നിന്നുള്ള അമൃത് ഭാരത് റെയിൽ സർവീസ് അന്നേ ദിവസം പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്യും. തലസ്ഥാനത്ത് പുതിയ കേന്ദ്ര പദ്ധതികൾ, സ്മാർട്ട് സിറ്റിയുടെ അടുത്ത ഘട്ടം, മാലിന്യ സംസ്കരണത്തിലുള്ള ബൃഹത് സംരംഭം, വിഴിഞ്ഞം തുറമുഖം, കണക്ട് ചെയ്യാനുള്ള വികസന കോറിഡോർ അടക്കമുള്ള പ്രഖ്യാപനങ്ങൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനവേള ഉണ്ടാകുമെന്നാണ് സൂചന. വെള്ളിയാഴ്ച പുത്തരിക്കണ്ടം മൈതാനത്താണ് പരിപാടികൾ. ആദ്യം അമൃത് ഭാരത് സർവീസ് ഉൾപ്പെടെ 4 പുതിയ ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ്. പിന്നാലെയാണ് BJPയുടെ പൊതുസമ്മേളനത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയികളെ മോദി അഭിസംബോധന ചെയ്യും. നേരത്തെ കഴിഞ്ഞ ആഴ്ച അമിത്ഷാ തലസ്ഥാനത്ത് എത്തി BJPയുടെ നിയമസഭാ മുന്നൊരുക്കങ്ങൾ വിലയിരുത്തിയിരുന്നു. ബസ്സിൽ ലൈംഗികാതിക്രമം നടത്തിയ തരത്തിൽ വീഡിയോ സമൂഹ മാധ്യമങ്ങൾ പ്രചരിച്ച പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ അറസ്റ്റിലായ പ്രതി ഷിംജിത മുസ്തഫ ജയിലിലേക്ക്. ഷിംജിതയെ 14 ദിവസത്തേക്ക് കോടതി റിമാൻഡ് ചെയ്തു. കുന്നമംഗലം കോടതിയാണ് പ്രതിയെ റിമാൻഡിൽ വിട്ടത്. കോഴിക്കോട് സ്വദേശി ദീപകിന്റെ ആത്മഹത്യയിൽ ഷിംജിതയ്ക്കെതിരെ പ്രേരണാകുറ്റം ചുമത്തി പോലീസ് കേസെടുത്തിരുന്നു. വടകരയിലെ ബന്ധു വീട്ടിൽ നിന്നായിരുന്നു ഷിംജിതയെ പോലീസ് പിടികൂടിയത്. പോലീസ് കേസെടുത്തോടെ ഷിംജിത ഒളിവിൽ പോയിരുന്നു. സംസ്ഥാനം വിട്ടതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മുൻകൂർ ജാമ്യത്തിനും പ്രതി ശ്രമം നടത്തിയതിന് പിന്നാലെയാണ് ഷിംജിതയെ ഇന്ന് ഉച്ചയോടെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രതിക്കെതിരെ വ്യാപക വിമർശനം ഉയർന്ന പശ്ചാത്തലത്തിൽ അതീവ രഹസ്യമാണ് പോലീസ് നീക്കം നടത്തിയത്. കസ്റ്റഡിയിലെടുത്ത പ്രതിയെ സ്വകാര്യ വാഹനത്തിൽ കൊയിലാണ്ടിലെ താലൂക്ക് ആശുപത്രിയിലെത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് കോടതിയിൽ ഹാജരാക്കിയത്. അതേസമയം പയ്യന്നൂരിലെ സ്വകാര്യ ബസ്സിൽ വെച്ച് ദീപക് ലൈംഗികാതിക്രമം നടത്തിയെന്ന് കാട്ടിയാണ് പൊതുപ്രവർത്തക കൂടിയ യുവതി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് പങ്കുവച്ച ദൃശ്യങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങൾ വഴി വ്യാപകമായി പ്രചരിച്ചതിന് പിന്നാലെയാണ് കോഴിക്കോട് ഗോവിന്ദപുരത്ത് വീട്ടിൽ ദീപകിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ബസ്സിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തിയ ആരോപണം തുടർന്ന് കോഴിക്കോട് ദീപക് ആത്മഹത്യ സംഭവത്തിൽ പ്രതി ഷിംജിതയ്ക്കായി പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. ഇന്നലെയാണ് പ്രതിയെ വടകരയിലെ ബന്ധുവീട്ടിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത്. ലൈംഗികാതിക്രമം നടത്തിയത് ആരോപണത്തിൽ യുവതി ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിലും അത് സാധൂകരിക്കുന്ന തെളിവുകളോ മൊഴികളോ പോലീസിന് ലഭിച്ചിട്ടില്ല. സംഭവം നടന്ന ബസ്സിലെ ജീവനക്കാരുടെയും യാത്രക്കാരുടെയും മൊഴി വേഗത്തിൽ ശേഖരിച്ച നടപടിയിലേക്ക് കടക്കാനാണ് പോലീസിന്റെ നീക്കം. വീഡിയോ ചിത്രീകരിച്ച മൊബൈൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുന്ന നടപടിയിലേക്കും പോലീസ് കടക്കും. അതേസമയം ഇന്ന് തന്നെ കുന്നമംഗലം കോടതിയിൽ ജാമ്യാപേക്ഷ നൽകാനാണ് ഷിംജിതയുടെ നീക്കം. കഴിഞ്ഞ വെള്ളിയാഴ്ച പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്ക് യാത്രക്കാരുടെ ലൈംഗിക അധ്യക്ഷയുടെ തന്റെ ശരീരത്തിൽ സ്പർശിച്ചെന്നും ഇക്കാര്യം താൻ വീഡിയോയിൽ ചിത്രീകരിക്കുന്നത് കണ്ടിട്ടും അതിക്രമം തുടർന്നായിരുന്നു ദീപകിന്റെ പേര് പരാമർശിക്കുക എന്നാൽ മുഖം വ്യക്തമാക്കും വിധം ഷിംജിത സമൂഹ മാധ്യമത്തിൽ വീഡിയോ സഹിതം ഉന്നയിച്ച ആരോപണം. എഡിറ്റ് ചെയ്ത ആദ്യ വീഡിയോയിലെ ബസ് യാത്രയിലെ ദൃശ്യവും രണ്ടാമത്തെ വീഡിയോയിൽ സംഭവത്തെക്കുറിച്ചുള്ള ഷിംജിത വിശദീകരണവും ഉണ്ടായിരുന്നു. ഒരു ദിവസം കൊണ്ട് 21 ലക്ഷത്തോളം പേർ ഈ വീഡിയോ കണ്ടു. മാനക്കെടുത്ത അങ്ങനെ മനസ്സ് തകർന്നാണ് മകൻ ജീവനൊടുക്കിയെന്നും ഇനിയും ജീവിച്ചിരുന്നത് കാര്യമില്ലെന്നും മകൻ തന്നോട് പറഞ്ഞതായും വ്യക്തമാക്കിയാണ് അമ്മ കന്യക മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പരാതി നൽകിയത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.